ഹലോ. എൻ്റെ പേര് ഡോക്ടർ ഈപ്പൻ ഡാനിയൽ. ഞാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ പെൻസിൽവേനിയ സ്റ്റേറ്റിലെ ഫിലഡൽഫിയയ്ക്കടുത്ത് താമസിക്കുന്നു. ഈ അടുത്ത സമയത്ത് കേരള ട്രൈ സ്റ്റേറ്റ് ഫോറം എന്ന് പറയുന്ന ഓർഗനൈസേഷൻ, അതായത് ഫിലഡൽഫിയയിലെ ഒരു മേജർ മലയാളി ഓർഗനൈസേഷൻ സംഘടിപ്പിച്ച ഒരു സെമിനാർ ഉണ്ടായിരുന്നു. ഈ സെമിനാറിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത് കേരളത്തിൽ ഇന്ന് വർദ്ധിച്ചു വരുന്നതും കേരളത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു വലിയ പ്രശ്നം തന്നെയാണ്, അതായത് ആൽക്കഹോൾ അഡിക്ഷൻ. അത് അവിടെ വർദ്ധിച്ചു വരുന്നു എന്നതിനെപ്പറ്റി ചിന്തിക്കാനായിട്ട്, അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാനായിട്ട് ഞങ്ങളൊരു ഫോറം സംഘടിപ്പിക്കുകയുണ്ടായി, ട്രൈ സ്റ്റേറ്റ് കേരള ഫോറം. അതിൽ ആധികാരികമായിട്ട് അതിനെപ്പറ്റി സംസാരിക്കാനായിട്ട് ആരെ കിട്ടുമെന്ന് അന്വേഷിച്ചപ്പോൾ പെട്ടെന്ന് ചിന്തയിൽ വന്നത് നമ്മുടെ വയനാട് കേന്ദ്രമാക്കി പ്രവർത്തിപ്പിക്കുന്ന അഡിക്ഷൻ സെൻറ്ററിൽ ചുമതല വഹിച്ചിരുന്ന, ഏറെ വർഷങ്ങൾ ചുമതല വഹിച്ചിരുന്ന റവറൻ റെജി യോഹന്നാൻ, അദ്ദേഹത്തിൻ്റെ പത്നി അഞ്ജന യോഹന്നാൻ, അവർ രണ്ടുപേരെയുമാണ്. അവരുടെ ഒരു പ്രസംഗം ഞാൻ വീഡിയോ ചെയ്യുകയുണ്ടായി. അത് പ്രസൻറ്റ് ചെയ്തപ്പോൾ പലരും പറഞ്ഞു, ഈ വീഡിയോ നമ്മൾ യൂട്യൂബിൽ ഇടണം, കാരണം അത് പ്രസക്തമായ കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നതെന്ന് പറയുകയുണ്ടായി. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ മറ്റുള്ളവരുടെ കാഴ്ചയ്ക്കായിട്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. 5 സമയങ്ങളിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആത്മഹത്യ ചെയ്തത്. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആത്മഹത്യ ചെയ്ത ജില്ല വയനാട് ജില്ലയായിരുന്നു. പത്രങ്ങളും മാധ്യമങ്ങളിലും വാർത്ത വന്നു, ഇത്രയും അധികം ആളുകൾ ആത്മഹത്യ ചെയ്യാനുള്ള കാരണത്തെക്കുറിച്ച് അന്വേഷിക്കുവാനും പഠിക്കുവാനായിട്ടും പലതരത്തിലുള്ള പഠന സംഘങ്ങളും വയനാട്ടിലേക്ക് പോയി. അത്തരത്തിൽ മലങ്കര മാർത്തോമാ സുറിയാനി സഭയായിട്ട് ഒരു പഠന സംഘം വയനാട്ടിലേക്ക് പോവുകയും മരിച്ചുപോയ കർഷകരുടെ വീടുകളിൽ പോയി അവരുടെ മരണകാരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതായ സമയത്താണ് ലോകത്തെ ഞെട്ടിക്കുന്നതായ വലിയൊരു വാർത്ത അറിയുവാനായിട്ടിടയായത്. ലഹരിയുടെ അമിതമായ ഉപയോഗം മൂലമാണ് കർഷകർ ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നുള്ളതായ കാരണം മനസ്സിലാക്കിയാണ് മാർത്തോമാ സഭ 2005 നടവയൽ കേന്ദ്രമാക്കി മുക്തി ഡി അഡിക്ഷൻ സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. 2008 മുതൽ 2016 വരെ വയനാട്ടിൽ ലഹരി മോചന പ്രവർത്തനങ്ങളിൽ പ്രവർത്തിക്കുവാനായിട്ട് എനിക്ക് അവസരം തന്നു. എൻ്റെ പേര് റവറൻ റെജി യോഹന്നാൻ. ഞാൻ ആ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നതായ സമയത്ത് ഏകദേശം 6000-ഓളം ആളുകളെ ലഹരിയിൽ നിന്ന് വിമോചിപ്പിക്കുവാനായിട്ടും 4000-ലധികം ആളുകൾ കേരളത്തിലെ 7 ജില്ലകളിലായിട്ട് ഇന്ന് സാക്ഷി ജീവിതം നയിക്കുന്നു. അവരുടെ സോഫറിംഗ് ലൈഫ് കാണാനായിട്ട് സാധ്യമായി തീരുന്നുണ്ട്. 1956 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലഹരിയാസക്തി ഒരു രോഗമാണെന്ന് പറഞ്ഞത്. നമുക്ക് പലപ്പോഴും ചിന്തിക്കും, മറ്റുള്ള രോഗങ്ങളെ പോലെ ലഹരിയാസക്തി എങ്ങനെ ഒരു രോഗമാണെന്ന് പറയാനായിട്ട് എങ്ങനെ സാധിക്കും? ഒരു വ്യക്തിയെ ശാരീരികമായി, ഫിസിക്കലായി, മെൻ്റലി മാനസികമായി, സ്പിരിച്വലി ആത്മീകമായി തച്ച് തകർക്കുന്നതായ വലിയ ഒരു വിപത്താണ് ലഹരിയാസക്തി. മദ്യപാന ആസക്തി മൂലം ഇന്ന് കേരളത്തിൽ മാത്രമല്ല ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലും ആളുകൾക്ക് ലഭിക്കുന്നതായ വരുമാനത്തിൻ്റെ ഏറ്റവും കൂടുതൽ പണം ലഹരിക്ക് വേണ്ടി മനുഷ്യൻ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഞാൻ ശാരീരികമായ ഒരു രോഗമാണെന്ന് പറഞ്ഞതായ സമയത്ത് ഹോൾ ഹ്യൂമൻ ബോഡിയെ ബാധിക്കുന്നതായ ഒരു രോഗമാണ് ലഹരി ആസക്തി. മനുഷ്യ ശരീരത്തിൽ ഏതൊക്കെ അവയവങ്ങളുണ്ടോ ആ അവയവങ്ങളെയൊക്കെ സാരമായി ബാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇത് ശാരീരിക രോഗത്തെക്കാൾ ഉപരിയായിട്ട് ഇതൊരു ആത്മീയമായ രോഗമാണ്. മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകലുന്നതായ ജീവിതാനുഭവം. ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ ദേവാലയങ്ങളിൽ പോകുന്നില്ല, അമ്പലങ്ങളിൽ പോകുന്നില്ല, മോസ്കിൽ പോകുന്നില്ല. ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് മാറി നിൽക്കുന്നതായ, ഞാനൊരു പാപിയാണ്, തെറ്റുകാരനാണ്, കുറ്റക്കാരനാണെന്നുള്ള തോന്നൽ. അതുമാത്രമല്ല, ഇത് സാമ്പത്തികമായി മനുഷ്യനെ തച്ച് തകർക്കുന്നതായ ഒരു വലിയ വിപത്താണ്. ലഭിക്കുന്ന വരുമാനത്തിൻ്റെ മുന്തിയ ഭാഗം ലഹരിക്ക് വേണ്ടി ചെലവഴിക്കുന്നു. വിശേഷ ദിവസങ്ങൾ ചില ആളുകൾ വർഷത്തിൽ ഉപയോഗിക്കുന്ന വ്യക്തികൾ കാലക്രമേണ എല്ലാ ആഴ്ചകളിലും മാസങ്ങളിലും വന്നു ഏറ്റവും അവസാനം ആഴ്ചകളിൽ വരുന്നു, എല്ലാ ദിവസവും രാവിലെ വരുന്നതായ ഒരവസ്ഥ. മദ്യപാനാസക്തി എന്ന് പറയുന്നൊരു പ്രോഗ്രസീവ് ഡിസീസാണ്, പുരോഗമന രോഗമാണ്. അതുമാത്രമല്ല, ഇതൊരു പെർമനൻറ്റ് ഡിസീസാണ്. വൺസ് ആൻ ആൽക്കഹോളിക്സ് ഓൾവേസ് യു ആർ ആൻ ആൽക്കഹോളിക്. ഒരാൾ ലഹരി ആസക്തനായ ഒരാൾ അദ്ദേഹത്തിൻ്റെ ജീവിത അവസാനം വരെ ആസക്തി അദ്ദേഹത്തിൽ നിലനിൽക്കുന്നു.
മനുഷ്യ ശരീരത്തിൽ ബ്രെയിനിലെ മദ്യപാനാസക്തി ഇത് ബാധിക്കുകയും ബ്രെയിനിലെ സെല്ലുകൾ തകരാറിലാക്കുകയും അതേപോലെ തന്നെ ജീവിതത്തിൽ എന്ത് ചെയ്യാനായിട്ട്, ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കാനായിട്ട് അദ്ദേഹത്തിന് ഒരു ഇച്ഛാശക്തി നഷ്ടപ്പെടുന്നു, ഓർമ്മക്കുറവ്, അതേപോലെ തന്നെ ജീവിതത്തിൽ തെറ്റായ രീതിയിലൂടെ സഞ്ചരിക്കുന്നതായ ഒരു യാത്ര നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ. അതുകൊണ്ടാണ് മദ്യപാന ആസക്തി എന്ന് പറയുന്നത് ഒരു പ്രോഗ്രസീവ് ഡിസീസാണ്, ഇതൊരു സ്ഥിര രോഗമാണ്. അതേപോലെ തന്നെ മനുഷ്യനെ ഇത് എല്ലാ തരത്തിലും ബാധിക്കുന്നുണ്ട്, ഇതൊരു സോഷ്യൽ ഡിസീസ് കൂടിയാണ്. എന്നാൽ ഇങ്ങനെയുള്ള ആളുകളെ, ലഹരി ആസക്തരായ ആളുകളെ നമുക്ക് രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കുന്നത് ലഹരി വിമോചന കേന്ദ്രങ്ങൾ വഴി, കൗൺസിലിങ്ങിലൂടെ. മദ്യപാന ആസക്തരായ ആളുകൾക്ക് കൂട്ടായ്മ നൽകുന്ന പ്രസ്ഥാനമാണ് ആൽക്കഹോളിക്സ് അനോണിമസ് മീറ്റിംഗ്. 1935 അമേരിക്കയിൽ ഒഹായോയിലാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. ഇന്ന് ലോകമെമ്പാടും പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഈ കൂട്ടായ്മയിലൂടെ അനേകം ആളുകൾ ലഹരിയിൽ നിന്ന് മാറി നിൽക്കുകയും അവർ സൗഖ്യജീവൻ നയിക്കുകയും ചെയ്യുന്നതിലൂടെ ഈ ഒരു പ്രസ്ഥാനത്തിലൂടെ സാധ്യമായി തീരുന്നു. അതോടുകൂടെ തന്നെ കൗൺസിലിങ്ങിലൂടെ, ലഹരിക്ക് അടിമപ്പെട്ട ആളുകളുടെ ട്രീറ്റ്മെൻറ്റിലൂടെ ഇവരെ നമുക്ക് രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള ആളുകളെ സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കുന്നതായ ഒരു അവസ്ഥയിൽ നിന്നല്ല, അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് വോളണ്ടിയേഴ്സിലൂടെ, സാമൂഹ്യ പ്രവർത്തകരിലൂടെ ഇങ്ങനെയുള്ള ആളുകളെ സമൂഹത്തിൻ്റെ അവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി അവർക്ക് ബെറ്ററായ ട്രീറ്റ്മെൻറ്റിലൂടെ, കൗൺസിലിങ്ങിലൂടെ അവരെ നമ്മുടെ സമൂഹത്തിൽ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ, ജീവിതങ്ങളിലൂടെ നമുക്ക് സാധ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മദ്യപാനാസക്തി ഒരു ഫാമിലി ഡിസീസാണ്, ഇതൊരു കുടുംബരോഗമാണ്. ലഹരി ഉപയോഗിക്കുന്ന ഭർത്താവ് മാത്രമല്ല, ഭർത്താവ് ലഹരി ഉപയോഗിച്ചതിന് ശേഷം ഭർത്താവിൻ്റെ പെരുമാറ്റം മൂലം കുടുംബത്തിലുള്ള ഭാര്യയും രോഗിയായിത്തീരുന്നുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള കുടുംബങ്ങളിൽ ഇവരുടെ മക്കളും രോഗികളായിത്തീരുന്നു. കാരണം ഭർത്താവും ഭാര്യയും തമ്മിലുള്ളതായ വഴക്കുകളെ, ജീവിതത്തിലുള്ള പ്രതിസന്ധികൾ കണ്ട് വളർന്നു വരുന്ന കുഞ്ഞുങ്ങളും രോഗാവസ്ഥയിലാകുന്നു. അതുകൊണ്ടാണ് ഇതൊരു ഫാമിലി ഡിസീസാണെന്ന് പറയുന്നത്. എന്നാൽ ഇങ്ങനെ ഉള്ളതായ സമയങ്ങളിൽ കുടുംബമായിട്ട് നമുക്ക് ഇവർക്ക് ചികിത്സ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഭർത്താവും ഭാര്യയും മക്കളും ഒരുമിച്ചിരുന്ന് കൗൺസിലിങ്ങിലൂടെ, മദ്യപാന ആസക്തിയുടെ പ്രശ്നങ്ങളിലൂടെയാണ് നിങ്ങൾ പോയതെന്നും ജീവിതത്തിൽ ഇനി പുതിയൊരു ജീവിതത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരണമെന്നുള്ളതായ വലിയ പ്രത്യാശയിലൂടെ നിങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനായിട്ട് ഈ ക്ലാസ്സിലൂടെ, കൗൺസിലിങ്ങിലൂടെ നമുക്ക് അവരെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ലോകമെമ്പാടും നടക്കുന്ന ആൽക്കഹോളിക്സ് അനോണിമസ് മീറ്റിങ്ങിലൂടെ നമുക്ക് ലഹരിയിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത് ലോകം കണ്ടതായ കാര്യവും ലോകത്ത് വലിയ മാറ്റം വരുത്തിയതായ ഒരു സാഹചര്യം ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ നമുക്ക് നടക്കുന്നുണ്ട്. ഇന്ന് അമേരിക്കയിൽ തന്നെ നമുക്ക്, അമേരിക്കയിലെ 50 സ്റ്റേറ്റുകളിലും ഇത്തരത്തിലുള്ള ആൽക്കഹോളിക്സ് അനോണിമസ് മീറ്റിംഗ്, ഇതൊരു രഹസ്യ സ്വഭാവം നിലനിർത്തുന്നതായ കൂട്ടായ്മയാണ്. ധാരാളം ആളുകൾ ഈ കൂട്ടായ്മയിൽ നിന്ന് പങ്കെടുക്കുന്നു. നമ്മുടെ അറിവിലും പരിചയത്തിലുമുള്ള ആളുകളെ ഈ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് വോളണ്ടിയേഴ്സായിട്ട്, സാമൂഹ്യ പ്രവർത്തകരായിട്ട്, സഭയുടെ പ്രവർത്തകരായിട്ട്, പുരോഹിതന്മാരിലൂടെ നമുക്ക് സാധ്യമായി തീരണം. അത്തരത്തിൽ സമൂഹം നേരിടുന്ന ഈ വലിയ വെല്ലുവിളിയെ നേരിടുവാനായിട്ടും, ഇത്തരത്തിലുള്ള ആളുകൾ പാപികളല്ല, ഇതൊരു രോഗമായതുകൊണ്ടാണ് ഇവരുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ ബാധിക്കുന്നതെന്ന് മനസ്സിലാക്കി, ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ സക്കായിയുടെ ജീവിതത്തിൽ സക്കായി വന്ന മാറ്റം മൂലം ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇത്തരത്തിലുള്ളതായ കുടുംബങ്ങൾക്കും അനിവാര്യമാണെന്ന് മനസ്സിലാക്കി ക്രിസ്തുവിൻ്റെ സ്നേഹം പകർന്നു കൊടുക്കുവാനായിട്ട്, മറ്റുള്ളവർ ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് സാധ്യമായി തീരട്ടെ. എൻ്റെ പേര് അഞ്ജന റെജി. ഞാൻ ഏതാനും വർഷങ്ങളായി മുക്തി ലഹരി വിമോചന കേന്ദ്രത്തിലും ലഹരി വിമോചന കേന്ദ്രത്തിലും കൗൺസിലറായി പ്രവർത്തിക്കുകയായിരുന്നു. ഇന്ന് നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ കുടുംബ തകർച്ചകളുടെയും റോഡ് അപകടങ്ങളുടെയും അതിലുപരി വിഷാരോഗം മൂലമുള്ള ആത്മഹത്യകളുടെ എല്ലാം പുറകിൽ ലഹരിയുടെ അമിതമായിട്ടുള്ളൊരു ഉപയോഗമുണ്ട്. 1956 ലോക ആരോഗ്യ സംഘടന മദ്യാസക്തി ഒരു രോഗമാണെന്ന് പ്രഖ്യാപിച്ചു. 1960 അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷനും മദ്യാസക്തി ഒരു രോഗമാണെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി.
ഒരു വ്യക്തിക്ക് മദ്യത്തിന്മേൽ നിയന്ത്രണം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് രോഗാവസ്ഥ എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ 80% ആൾക്കാർ നിയന്ത്രിച്ച് മദ്യപിക്കുന്നവരാണ്. എന്നാൽ 20% ആൾക്കാർ നിയന്ത്രണം വിട്ട് മദ്യപിക്കുന്നവരാണ്. ചിലർ 5 വർഷം, ചിലർ 2 വർഷം. ഓരോരുത്തരുടെയും ശരീരഘടനയും മനസ്സിൻ്റെ നിലയനുസരിച്ച് നിയന്ത്രണം വിടുന്നതിൽ വ്യത്യാസം വന്നിരിക്കും. എന്നാൽ ചിലരെ നമുക്ക് കാണാൻ സാധിക്കും മരണം വരെ അവർ 1-2 പെഗ് നിൽക്കും. എന്നാൽ ചിലരായിക്കോട്ടെ ആദ്യമായിട്ട് മദ്യപിക്കുമ്പോഴേ നിയന്ത്രണം വിട്ട് കുടിക്കാൻ തുടങ്ങുന്നു. എന്നാൽ ഭൂരിപക്ഷം ആൾക്കാരും നിയന്ത്രിച്ച് മദ്യപിച്ചതിന് ശേഷമാണ് അവർ നിയന്ത്രണം വിടുന്ന അവസ്ഥയിലേക്ക് വരുന്നത്. ഒരു വ്യക്തിയെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ആത്മീയമായിട്ടും സാമ്പത്തികമായിട്ടും സാമൂഹ്യമായിട്ടും തൊഴിൽപരമായിട്ടും തകർക്കുന്ന രോഗമാണ് മദ്യപാന രോഗം. ഒരു വ്യക്തിക്ക് അവനിൽ തന്നെ ഒരു സ്വയം മതിപ്പില്ലാത്ത അവസ്ഥ, അപകർഷതാബോധം, മാത്രമല്ല ആത്മഹത്യയെക്കുറിച്ചുള്ള ഒരു ആത്മഹത്യാ പ്രവണത, സംശയരോഗം, ഹാലുസിനേഷൻ, ഭയാനകമായ മായക്കാഴ്ചകൾ കാണുക, ഇതെല്ലാം മാനസികമായിട്ട് ആ വ്യക്തിയെ ബാധിക്കുന്നു. അതുപോലെ സാമ്പത്തികമായിട്ട് നോക്കുമ്പോൾ വരുമാനത്തിനെക്കാട്ടിൽ ഇരട്ടി ചെലവ് ഒരു മദ്യപാന രോഗിക്ക് ഉണ്ടാകുകയാണ്. ആത്മീയമായിട്ടാണെങ്കിൽ ദൈവത്തെക്കുറിച്ച് അവർക്ക് ചിന്തയുണ്ട്, പക്ഷെ അവർക്ക് രുചിച്ചറിയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു കുറ്റബോധം ഉണ്ടായിരിക്കും. സാമൂഹ്യമായിട്ട് അവരുടെ വില നഷ്ടപ്പെടുന്നു, ശരീരത്തെ ബാധിക്കുന്നു, ലിവർ സിറോസിസ് പോലുള്ള രോഗങ്ങൾ ബാധിക്കുന്നു. ഇത്തരത്തിൽ നോക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ എല്ലാ മേഖലകളെയും ബാധിക്കുകയും തകർക്കുകയും ചെയ്യുന്ന ഒരു മാരക രോഗമാണ് മദ്യപാന രോഗം എന്നുള്ളത്. ഇത് ഒരു പെർമനൻറ്റ് ഡിസീസാണ്. കാരണം മദ്യപാനം രോഗം മരണം വരെ ഒരു വ്യക്തിയിൽ നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നത് വൺസ് ആൻ ആൽക്കഹോളിക് ഈസ് ഓൾവേസ് ആൻ ആൽക്കഹോളിക്. ഒരിക്കൽ രോഗിയായാൽ ആജീവനാന്തം ആ വ്യക്തി രോഗി തന്നെയാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആമാശയത്തിലാണ് ദഹിക്കുന്നത്. എന്നാൽ മദ്യം ചെല്ലുമ്പോൾ അവിടുത്തെ ദഹന രസങ്ങളുമായി ചേർന്നൊരു ഉപജാത വസ്തു ഉണ്ടാവും. അതിന് അസറ്റാൽഡിഹൈഡ് എന്നാണ് പറയുന്നത്. അതൊരു വിഷവസ്തുവാണ്. അത് രക്തക്കുഴൽ വഴി തലച്ചോറിൽ ചെന്ന് അവിടുത്തെ കെമിക്കൽ റിയാക്ഷൻ മൂലം ഉണ്ടാകുന്നതാണ് ടെട്രാ ഹൈഡ്രോ ഐസോക്വിനോണിൻ, തിക്ക് എന്ന് പറയുന്നു. അതൊരു പാട പോലെ തലച്ചോറ് രൂപപ്പെടുകയാണ്. ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ അത് മരണം വരെ അത് വിട്ടു പോകുന്നില്ല. അതുകൊണ്ടാണ് 1-2 വർഷം മദ്യപാനം നിർത്തിയവർ വീണ്ടും മദ്യപാനത്തിലേക്ക് പോകാനുള്ളൊരു സാധ്യത ഉണ്ട് എന്ന് പറയുന്നത്. കുടിക്കാത്തപ്പോഴും തലച്ചോറിൽ ആ രോഗം നിലനിൽക്കുന്നു. മാത്രമല്ല ഇതൊരു പ്രോഗ്രസീവ് ഡിസീസാണ്. ഇത് കൂടിക്കൂടി വരുന്ന രോഗമാണ്. കൂടിക്കൂടി വരികയും ഇടവേളകൾ കുറഞ്ഞു വരികയും ചെയ്യുന്നു. വർഷത്തിൽ, അതായത് ഓണത്തിനോ വിഷുവിനോ ഈസ്റ്ററിനോ വർഷത്തിൽ ഒരിക്കൽ മാത്രം മദ്യപിച്ച ഒരാൾ അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് പോകും തോറും മാസത്തിൽ 1 ആവുന്നു. വീണ്ടും യാത്ര മുന്നോട്ട് പോകുമ്പോൾ ആഴ്ചയിൽ 1, തിങ്കൾ തൊട്ട് വെള്ളി വരെ ജോലിയെല്ലാം ചെയ്ത് ശനി ഞായറും അവധി ദിവസങ്ങളിൽ മദ്യപിക്കുന്നു. വീണ്ടും യാത്ര മുന്നോട്ട് പോകുമ്പോൾ രാത്രി സമയങ്ങളിൽ മാത്രം, അതായത് രാവിലെ മുതൽ വൈകിട്ട് വരെ ജോലി ചെയ്ത് ക്ഷീണിച്ച് എല്ലാ ദിവസവും രാത്രികളിൽ മദ്യപിക്കുന്നു. എന്നാൽ 4ാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ രാവിലെ കട്ടൻ കാപ്പിക്ക് വരെ മദ്യം മതി എന്ന അവസ്ഥയിലേക്ക് വരുന്നു. രാവിലെ മുതൽ കുടിക്കാൻ തുടങ്ങുന്നു. ഇത് കൂടിക്കൂടി വരികയും ഇടവേളകൾ കുറഞ്ഞു വരികയും ചെയ്യുന്നു. ഇതൊരു പ്രോഗ്രസീവ് ഡിസീസാണ്. അതിലുപരി മദ്യപാന രോഗം എന്ന് പറയുന്ന ഒരു ഫാമിലി ഡിസീസാണ്, ഒരു കുടുംബ രോഗമാണ്. ഭർത്താവിന് മദ്യത്തിന്മേൽ നിയന്ത്രണം നഷ്ടപ്പെടുന്ന പോലെ തന്നെ ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള പെരുമാറ്റച്ചട്ടത്തിൽ നിയന്ത്രണം നഷ്ടപ്പെടുന്നു. അവളൊരു ഭ്രാന്തിയെപ്പോലെ പ്രതികരിക്കുന്നു. മദ്യപിച്ച ഭർത്താവിനെ കഴിഞ്ഞും കഷ്ടമായിട്ട് പ്രതികരിക്കുന്നത് ഒരു ഭാര്യയായിരിക്കും. അവൾ പാത്രങ്ങൾ വലിച്ചെറിയുക, മക്കളെ പിടിച്ച് അടിക്കുക, മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കൂടെ കിടക്കത്തില്ല, ഭർത്താവുമായിട്ട് ലൈംഗികമായി ബന്ധപ്പെടാൻ തയ്യാറാകത്തില്ല. അവൾ വിചാരിക്കുന്നത് അങ്ങനെയെങ്കിലും അവൻ്റെ കുടി നിൽക്കട്ടെ എന്നാണ്. ഭർത്താവിൻ്റെ കുടി നിർത്താൻ ഭാര്യ ശ്രമിക്കുന്നതാണ് ഭാര്യയുടെ രോഗാവസ്ഥ എന്ന് പറയുന്നത്. പലപ്പോഴും ഭർത്താവിൻ്റെ കുടി നിർത്താൻ ഭാര്യ കുടിക്കാൻ തുടങ്ങുന്നു. അദ്ദേഹം കാണാതെ അദ്ദേഹത്തിൻ്റെ കുപ്പി എടുത്ത് പൊട്ടിക്കുക, കുപ്പിയിൽ കരിങ്ങാലി വെള്ളവും സോപ്പ് വെള്ളമൊക്കെ നിറച്ച് വെക്കുക, കുപ്പി മാറ്റി വെക്കുക. മാത്രമല്ല അദ്ദേഹം അറിയാതെ പാലിലും കഞ്ഞിയിലുമൊക്കെ അദ്ദേഹത്തിന് കുടി നിർത്താൻ മരുന്നുകൾ കലക്കി കൊടുക്കുക, കേസ് കൊടുക്കുക, താക്കീത് ചെയ്യുക. ഇതെല്ലാം കാണിക്കുന്നത് ഒരു ഭാര്യയുടെ രോഗാവസ്ഥയാണ്. ഭർത്താവിന് ഉറക്കമില്ലെങ്കിൽ ഭാര്യയ്ക്കും ഉറക്കമില്ല. ഒരു മദ്യപാന രോഗി ഏതെല്ലാം ഘട്ടത്തിലൂടെ പോകുന്നു അതിലൂടെയെല്ലാം മദ്യപിക്കാത്ത ഭാര്യയും പൊക്കോണ്ടേയിരിക്കും. ഇതാണ് അവളുടെ രോഗാവസ്ഥ എന്ന് പറയുന്നത്. ചില സ്ത്രീകൾ പറയും, ചിരിച്ച മുഖത്തോടുകൂടി എനിക്ക് ഭർത്താവിനെ സ്വീകരിക്കണം എന്നാണ് ആഗ്രഹം, പക്ഷെ മദ്യപിച്ച ഭർത്താവിനെ കാണുമ്പോൾ ഞാൻ ദേഷ്യപ്പെടും, പ്രതികരിക്കും ഒരു ഭ്രാന്തിയെപ്പോലെ. അപ്പോൾ എനിക്ക് തന്നെ തോന്നും ഞാനാണ് ഇദ്ദേഹത്തെ ഇത്ര നേരം കാത്തിരുന്നത്. യഥാർത്ഥത്തിൽ ഇതാണ് അവളുടെ രോഗാവസ്ഥ എന്ന് പറയുന്നത്. പലപ്പോഴും മദ്യപിച്ച് വരുമ്പോൾ ഭർത്താവ് ഛർദ്ദിക്കാം, ചിലപ്പോൾ അദ്ദേഹം ചോറൊക്കെ വലിച്ചെറിയും. ഈ ഭാര്യ എന്ത് ചെയ്യും? അതൊന്നും തുടച്ച് കളയത്തില്ല. രാവിലെ അദ്ദേഹം എഴുന്നേറ്റ് വരുമ്പോൾ കാണിക്കും
രാത്രിയിൽ ചെയ്ത പരിപാടികളാണ്. പക്ഷെ അത് കാണുമ്പോൾ ഭർത്താവിന് വിശ്വസിക്കാൻ സാധിക്കില്ല. കാരണം അദ്ദേഹത്തിന് ഓർമ്മയില്ല. ബ്ലാക്ക് ഔട്ട്. ആദ്യത്തെ പെഗ്ഗുകൾ കഴിക്കുന്നത് നല്ല ഓർമ്മയാണ്, അവസാനം വരുമ്പോൾ എത്ര എടുത്തെന്ന് അറിയത്തില്ല. തലേദിവസം രാത്രി നടന്ന് ഒന്നും പകലാകുമ്പോൾ ഓർമ്മയില്ല. പേഴ്സ് എവിടെ വെച്ച്, വാച്ച് എവിടെ വെച്ചെന്നൊന്നും ഓർമ്മയില്ല. ചിലരുണ്ട് ഭാര്യ പോലും കാണാതെ രാവിലെ ഭാര്യ കാണാതെ കാർ പോർച്ചിൽ പോയി നോക്കും കാർ അവിടെ ഉണ്ടോയെന്ന്. കാരണം തലേദിവസം രാത്രി എങ്ങനെയാണ് വന്നതെന്ന് പോലും അദ്ദേഹത്തിന് അറിയത്തില്ല. ഈ ബ്ലാക്ക് ഔട്ട് മൂലം പലപ്പോഴും അദ്ദേഹത്തിന് ഓർമ്മയില്ല. യഥാർത്ഥ വ്യക്തി അങ്ങനെ ഒന്നും ചെയ്യുന്ന ഒരാളല്ല. പക്ഷെ മദ്യപാന രോഗത്തിൻ്റെ 4ാം ഘട്ടത്തിലെത്തിയ ഒരു വ്യക്തി ഇങ്ങനെയെല്ലാം ചെയ്യും. എന്നാൽ നാം ഒരു സത്യം തിരിച്ചറിയേണ്ടതും, ചോറ് തൂത്ത് കളയാത്തത് ഇല്ലെങ്കിൽ ഛർദിൽ തുടച്ച് കളയാത്തതാണ് ഈ ഭാര്യയുടെ രോഗാവസ്ഥ. ഇത് കണ്ടിട്ടെങ്കിലും ഭർത്താവിൻ്റെ കൂടി നിൽക്കട്ടെ. അവൻ കുടിച്ച് രോഗിയാണെങ്കിൽ അവൾ കുടിക്കാതെ രോഗാവസ്ഥയിലേക്ക് വരുന്നു. മക്കൾ കുടിക്കാതെ രോഗാവസ്ഥയിലേക്ക് വരുന്നു. ഈ അടുത്ത സമയത്ത് അപ്പൻ മദ്യപിച്ച് വന്നത് മകൻ മൊബൈലിൽ ഷൂട്ട് ചെയ്ത് അപ്പനെ കാണിച്ചു. രാവിലെ അപ്പൻ കണ്ടപ്പോൾ അപ്പനത് ഓർമ്മയില്ല. എന്നാൽ മൊബൈലിൽ പിടിച്ച് അപ്പനെ കാണിക്കുന്നതാണ് മകൻ്റെ രോഗാവസ്ഥ. ഇത് കണ്ടിട്ടെങ്കിൽ അപ്പൻ്റെ കൂടെ നിൽക്കട്ടെ. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ മക്കൾ പറയും, PTA മീറ്റിങ്ങിന് അമ്മ വന്നാൽ മതി, അപ്പം വരണ്ട. ലോകത്ത് ഇത്രയും പുരുഷന്മാരുണ്ടായിട്ട് ഈ അപ്പനെ അല്ലാതെ വേറെ ആരെയും അമ്മയ്ക്ക് വിവാഹം കഴിക്കാൻ കിട്ടിയില്ലേ എന്ന് മക്കൾ ചോദിക്കുന്നതാണ് മക്കളുടെ രോഗാവസ്ഥ. നാം തിരിച്ചറിയേണ്ടതും ഇതൊരു കുടുംബ രോഗമാണ്. അദ്ദേഹം കുടിച്ച് രോഗിയാണെങ്കിൽ അവൾ കുടിക്കാതെ രോഗി, മക്കൾ കുടിക്കാതെ രോഗി. ഇതൊരു 8 വല പോലെ കെട്ടുപണഞ്ഞു കിടക്കും. നമുക്കറിയാം, മാലപ്പടകം തിരികൊളുത്താൻ ഒരു തീപ്പെട്ടിക്കുള്ളി മതി. ഒരു പെഗ് എടുത്താൽ കുപ്പി തീരണം, ഇല്ല വയറ് നിറയണം. 1 or 2 പെഗ് കൊണ്ട് കുപ്പി അടയ്ക്കണമെന്നാണ് അദ്ദേഹം എപ്പോഴും ആഗ്രഹിക്കുന്നത്. പക്ഷെ തുടങ്ങിയാൽ നിയന്ത്രണം വിട്ടു കുടിക്കുന്നു. അദ്ദേഹം തൊട്ടാൽ നന്നായി കുടിക്കുന്നത് കൊണ്ട് തന്നെ അവൾ വാ തുറന്നാൽ പറഞ്ഞുകൊണ്ടേയിരിക്കും, മക്കൾ വാ തുറന്നാൽ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ അദ്ദേഹം 2 പെഗ് കഴിഞ്ഞ് കുപ്പി അടച്ചിരുന്നെങ്കിൽ അവരെല്ലാം വായ അടച്ചേനെ. അദ്ദേഹം തൊട്ടാൽ നിയന്ത്രണം വിട്ട് മദ്യപിക്കുന്നതുകൊണ്ട് തന്നെ അവർ വാ തുറന്നാൽ പറയും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് അംഗീകരിക്കാതെ വഴക്കിലേ വന്ന് അവസാനിക്കത്തുള്ളൂ. ഇതാണ് കുടുംബ രോഗം. ഒരു 8 വല പോലെ കെട്ടുപണഞ്ഞു കിടക്കും. ഇവിടെ നാം തിരിച്ചറിയേണ്ട 3ാം ഒരാൾക്ക് മാത്രമേ ഈ രോഗാവസ്ഥയെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. ശക്തമായ ഇൻ്റർവെൻഷനിലൂടെ, ബോധവൽക്കരണത്തിലൂടെ മാത്രമേ 3ാം ഒരാളിലൂടെ മാത്രമേ ഈ രോഗാവസ്ഥ അവർക്ക് തിരിച്ചറിയാൻ സാധിക്കത്തുള്ളൂ. മാത്രമല്ല, ഇന്ന് ലോകത്ത് എയ്ഡ്സിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അതുപോലെ തന്നെ മരുന്ന് കണ്ടുപിടിക്കാത്തൊരു രോഗമാണ് മദ്യപാന രോഗം. എന്നാൽ വിട്രോവൽ സിംറ്റം, അതായത് മദ്യം കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന തലവേദന, വിശപ്പില്ലായ്മ, ഉറക്കമില്ലായ്മ, ഓക്കാനം, അതിനൊക്കെ വേണ്ടി മരുന്നുകളുണ്ട്. അതുപോലെ ഡീടോക്സിഫിക്കേഷൻ, രക്തം ശുദ്ധീകരിക്കാനുള്ള മരുന്നുകളുണ്ട്. എന്നാൽ പോലും മദ്യപാന രോഗത്തിന് ഇന്ന് വരെ ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. രോഗമെന്ന് പറയുമ്പോൾ കുടിക്കുമ്പോൾ നിയന്ത്രണം വിട്ട് കുടിക്കുക. കുടിച്ചില്ലെങ്കിൽ ഒരു എത്ര ദിവസം വേണമെങ്കിലും കുടിക്കാതിരിക്കും. പക്ഷെ തുടങ്ങിയാൽ നിർത്താൻ പറ്റത്തില്ല. കുടിക്കാത്തപ്പോഴും തലച്ചോറിൽ പാട പോലെ ടെട്രാ ഹൈഡ്രോ ഐസോ ക്വിനോളിൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് അവർ വീണ്ടും കുടിക്കുന്നത്. ഈ ഒരു സത്യമാണ് പലപ്പോഴും സമൂഹത്തിനും വ്യക്തികൾക്കും തിരിച്ചറിയാതെ പോകുന്നത്. എന്നാൽ ഇതിന് മരുന്നില്ലെങ്കിൽ പോലും ലക്ഷക്കണക്കിന് മദ്യപാന രോഗികൾ മദ്യപിക്കാൻ നിലനിൽക്കുന്നുണ്ട്. അവർ നിലനിൽക്കുന്നത് ശക്തമായ ആൽക്കഹോളിക് അനോണിമസ് എന്ന് പറയുന്ന രഹസ്യ സ്വഭാവങ്ങൾ സൂക്ഷിക്കുന്ന ഒരു അജ്ഞാത രഹസ്യ സ്വഭാവങ്ങൾ സൂക്ഷിക്കുന്ന ഒരു സംഘടനയിലൂടെയാണ്. ഈ സംഘടനയിൽ അംഗമാകാൻ ഒരേ ഒരു യോഗ്യത മതി, മദ്യത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ ആഗ്രഹം. ഈ ആഗ്രഹമുള്ള ഏവർക്കും ഈ സംഘടനയിൽ അംഗമാകാൻ. ഒരു ജാതിയോ മതത്തിൻ്റെയോ അല്ല ഈ സംഘടന. ഇതിനൊരു നേതാവ് പോലുമില്ല. കാരണം ഇവിടെ വരുന്നവരെല്ലാവരും നേതാക്കളാണ്. പലപ്പോഴും ഈ AA കൂട്ടായ്മകളിൽ ഇവർ സർക്കിളായിട്ട് വട്ടത്തിലിരുന്നാണ് അവരുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത്. കാരണം അവിടെ ഉള്ളവരെല്ലാവരും ലീഡേഴ്സ് തന്നെയാണ്. 1935 അമേരിക്കയിൽ ഒഹായോ എന്ന് പറയുന്ന സ്ഥലത്ത് 2 വ്യക്തികൾ ആരംഭിച്ച പ്രസ്ഥാനം, ബില്ലും ഡോക്ടർ ബോബും ആരംഭിച്ച പ്രസ്ഥാനം ഇന്ന് 182 രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. ഓരോ ആഴ്ചയിലും അവർ വന്ന് അവരുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. മദ്യപിച്ചപ്പോഴുള്ള അവരുടെ ജീവിതാനുഭവങ്ങളും മദ്യപിക്കാത്തപ്പോഴുള്ള അവരുടെ സൗഖ്യ ജീവിതവും അവർ പങ്കുവയ്ക്കുകയാണ്. ഇത് പങ്കുവയ്ക്കുന്ന വഴി അവർ സ്വയം ഓർമ്മപ്പെടുവാണ് ഞാനൊരു രോഗിയാണെന്ന്. യഥാർത്ഥത്തിൽ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയല്ല അവരവിടെ വരുന്നത്. താനൊരു രോഗിയാണെന്ന് സ്വയം ഓർമ്മപ്പെടാൻ വേണ്ടി ആഴ്ചയിൽ ഒരു ദിവസം അവർ കൂട്ടായ്മയിൽ വന്ന് അവരുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. മദ്യപാന രോഗാവസ്ഥയിരിക്കുന്ന വ്യക്തികളുടെ ഭാര്യമാരുടെ സംഘടനയാണ് അൽ അനോൺ കൂട്ടായ്മകൾ. അവരുടെ മക്കളുടെ സംഘടനയാണ് അൽ അറ്റീൻ കൂട്ടായ്മകൾ. ഈ കൂട്ടായ്മയിലൂടെ അവർ സൗഖ്യ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുന്നു. മറ്റൊരു ചികിത്സ എന്ന് പറയുന്നത് ഇന്നേ ദിവസം മദ്യപിക്കുന്നില്ല എന്നൊരു തീരുമാനമാണ്. ഒരു മദ്യപാന രോഗിയെ സംബന്ധിച്ച് മരണം വരെ കുടിക്കത്തില്ല എന്ന് പറയാൻ സാധിക്കത്തില്ല. കാരണം മരണം വരെ തലച്ചോറിൽ ആ രോഗാവസ്ഥ നിലനിൽക്കുന്നു.
അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവർ പറയും, ഇന്നത്തെ എൻ്റെ മുമ്പിലുള്ള 24 മണിക്കൂർ ഞാൻ മദ്യപിക്കുന്നില്ല. 1 day at a time. വരാൻ പോകുന്ന ആദ്യം വേണ്ട, കഴിഞ്ഞ ഭയം വേണ്ട. ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ മദ്യപിക്കുന്നില്ല. രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് അവർ ദൈവത്തോട് നന്ദി പറയും. ഇന്ന് മദ്യപിക്കാത്തതിൽ ദൈവത്തിനോട് നന്ദി പറയുന്നു. അങ്ങനെ ഓരോ ദിവസവും അവർ മുന്നോട്ട് പോകുന്നു. അവർ ട്രെയിൻ ചെയ്യുന്നതും ഇങ്ങനെയാണ്. ആരെങ്കിലും അവരെ മദ്യപിക്കാൻ വിളിച്ചാൽ കുടി നിർത്തി എന്നല്ല അവർ പറയുന്നത്, ഇന്ന് വേണ്ട, ഞാൻ വേറൊരു ദിവസം വരാമെന്നാണ്. അങ്ങനെ ഓരോ ദിവസവും അവർ കഴിഞ്ഞു പോകുന്നു. നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും, പലപ്പോഴും ഇവർ അവരുടെ ജീവിതാനുഭവങ്ങൾ പറയുന്നത്, ഞാൻ മദ്യപിച്ചിട്ട് 1 വർഷം 3 മാസം 8 ദിവസമായി, ഞാൻ മദ്യപിച്ചിട്ട് 238 ദിവസമായി, ഞാൻ മദ്യപിച്ചിട്ട് 6 മാസം 7 ദിവസമായി. അങ്ങനെ ഓരോ ദിവസമാണ് അവർ പോകുന്നത്. 365 ദിവസം മദ്യപിക്കാൻ നിൽക്കുമ്പോൾ അവർ 1 വർഷം പൂർത്തീകരിക്കുകയാണ്. അതാണ് അവരുടെ ഫസ്റ്റ് ബർത്ത്ഡേ, സുബോധത്തോടെയുള്ള 1-ാം പിറന്നാൾ. ആ സമയത്ത് ആൽക്കഹോളിക് അനോണിമസ് സംഘടനയിലൂടെ അവർക്ക് റിവാർഡ് ഇല്ലെങ്കിൽ അവരെ സമ്മാനങ്ങൾ നൽകി അവരെ ആദരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ ബർത്ത്ഡേസും പിറന്നാളുകൾ ആഘോഷിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്ന് ഈ ലോകത്തുണ്ട്. എന്നാൽ നാം തിരിച്ചറിയണം, ഒരു മദ്യപാന രോഗി ഒരു ദിവസം കുടിക്കാതിരിക്കുന്നത് ഒരു വലിയ അത്ഭുതമാണ്. എന്നാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ മദ്യപിക്കാതിരിക്കുന്നത് ആൽക്കഹോളിക് അനോണിമസ് എന്ന് പറയുന്ന ഈ സംഘടനയിലൂടെയാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിനും വ്യത്യാസങ്ങൾ വരണം. പലപ്പോഴും നമ്മൾ പറയും, നിയന്ത്രണം വിട്ട് കുടിക്കുന്ന ഒരാളെ കാണുമ്പോൾ പറയും അവൻ്റെ അഹങ്കാരം കൊണ്ടാണ്, അവനെ വളർത്തി വിട്ടതിൻ്റെ കുഴപ്പമാണ്, അല്ലെങ്കിൽ അവനെ നിയന്ത്രിക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ് അവനിങ്ങനെ കുടിക്കുന്നത്. എന്നാൽ നാം തിരിച്ചറിയണം, അവനൊരു രോഗിയായതുകൊണ്ടാണ് ഇങ്ങനെ കുടിക്കുന്നത്. നമുക്കറിയാം, ചേന അരിയുമ്പോൾ ചിലരുടെ കൈ ചൊറിയും, ചിലരുടെ കൈ ചൊറിയത്തില്ല. അതുപോലെ ചിലരുടെ രക്തത്തിൽ മദ്യം ചെല്ലുമ്പോൾ അവർ നിയന്ത്രണം വിട്ട് കുടിക്കും. എന്നാൽ ചിലരായിക്കോട്ടെ മരണം വരെ ഒരു പെഗിൽ തന്നെ നിൽക്കും. ഏതിൽ നമ്മൾ വരുമെന്ന് പറയാൻ സാധിക്കത്തില്ല. എന്നാൽ 20% ആൾക്കാർ എപ്പോഴും രോഗികളായിരിക്കും. അതുകൊണ്ട് കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം വരിക, അവരെ ഒരു രോഗിയായി കണ്ടുകൊണ്ട് ഒരു രോഗിയെ ശുശ്രൂഷിക്കുന്ന മനോഭാവത്തോടെ വേണം നാം അവരെ കാണാൻ. അവർക്ക് നല്ല ബോധവൽക്കരണ ക്ലാസ്സുകൾ നൽകുക, കൗൺസിലിംഗ് നൽകുക, അതുപോലെ ആൽക്കഹോളിക് അനോണിമസ് മീറ്റിങ്ങിലേക്ക് കൊണ്ടുവന്ന് ഒരു നല്ല സുബോധ ജീവിതം അവർക്ക് പ്രദാനം ചെയ്യുക.